നമസ്കാരം. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഹൈവേ പട്രോളിംഗിനിടെ നിർത്തിയിട്ടിരുന്ന പോലീസ് ജീപ്പിലേക്ക് കാർ ഇടിച്ചുകയറി ഗുരുതരമായി പരിക്കേറ്റ് കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അടിയന്തര സാമ്പത്തിക സഹായവും മികച്ച ചികിത്സയും ഉറപ്പാക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. ഡ്യൂട്ടിക്കിടെ ദാരുണമായ അപകടത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ചികിത്സയ്ക്കായി പോലീസ് വെൽഫെയർ ബ്യൂറോയിൽ നിന്ന് ആദ്യഘട്ടമായി 5 ലക്ഷം രൂപ വീതം അനുവദിക്കാനാണ് രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകിയത്. മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഉദ്യോഗസ്ഥരുടെ ആരോഗ്യനില സംബന്ധിച്ച് വിവരങ്ങൾ തേടിയ മന്ത്രി അവർക്ക് സാധ്യമായ എല്ലാ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങളും ഉറപ്പാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിലെ CPOമാരായ സൂരജ് 32 വയസ്സ്, അലോഷ്യസ് 39 വയസ്സ് എന്നിവരാണ് ഡ്യൂട്ടിക്കിടയിലുണ്ടായ ഈ ദാരുണമായ അപകടത്തിന്റെ ഇരകളായി മാറിയത്. കാറിടിച്ചതിനെ തുടർന്ന് ഇരുവരുടെയും കാലുകൾക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയിരുന്നു. മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് നടന്ന അടിയന്തര ശസ്ത്രക്രിയയിലൂടെയാണ് ഇവരുടെ കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നത്. ഇതിൽ ഒരു ഉദ്യോഗസ്ഥന്റെ കാൽമുട്ടിന് താഴെ വെച്ചും രണ്ടാമത്തെ ഉദ്യോഗസ്ഥന്റെ കാൽപാദവുമാണ് മുറിച്ചു നീക്കിയത്. അപകടത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥൻ സുഖം പ്രാപിച്ച് തിരികെ സർവീസിലേക്ക് പ്രവേശിക്കുമ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച് അവർക്ക് അനുയോജ്യമായ തസ്തികകളിൽ ജോലി ഉറപ്പാക്കുമെന്നും മന്ത്രി അറിയിക്കുകയും ചെയ്തു. ഡ്യൂട്ടിക്കിടയിൽ അപകടത്തിൽപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കരുതലോടെ സർക്കാർ ചേർത്തു നിർത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവമുണ്ടായത്. കാഞ്ഞങ്ങാട് ഐങ്ങോത്ത് വെച്ച് ഹൈവേ പട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് നാടിനെ നടുക്കിയ ഈ അപകടം ഉണ്ടായത്. ദേശീയപാതയോരത്ത് മറ്റ് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും അപകട സാധ്യത ഉയർത്തുന്ന രീതിയിൽ പാർക്ക് ചെയ്തിരുന്ന ലോറികളെ അവിടെ നിന്ന് മാറ്റി പാർക്ക് ചെയ്യിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു ഈ പോലീസുകാർ. ഈ സമയം കാഞ്ഞങ്ങാട് ഭാഗത്തുനിന്ന് കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് അതിവേഗത്തിൽ പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഉദ്യോഗസ്ഥരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥരെ ഇടിച്ച ശേഷം നിർത്തിയിട്ടിരുന്ന പോലീസ് ജീപ്പിന്റെ പിൻഭാഗത്താണ് കാർ ഇടിച്ചു നിന്നത്. അമിത വേഗതയിലായിരുന്ന കാറിനും പോലീസ് ജീപ്പിനും ഇടയിൽ പെട്ടുപോയതാണ് ഉദ്യോഗസ്ഥർക്ക് ഇത്രയും ഗുരുതരമായ പരിക്ക് പറ്റാൻ കാരണമായത്. അപകടം നടന്നയുടൻ ഇവരെ കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് അതീവ ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അതേസമയം 9 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലും അവർക്ക് ഹൃദയഭേദകമായ ആ തീരുമാനമെടുക്കേണ്ടി വരികയായിരുന്നു. അങ്ങനെയാണ് കാലുകൾ മുറിച്ചു മാറ്റിയത്. അതേസമയം ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണെന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം. ഇവരെ ഉടനടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കാൽ ചതഞ്ഞു പോയ അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല.